بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഹ്ലു കിതാബുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അതിലൊന്ന്, അഹ്ലു കിതാബുകാരെ ക്ഷണിക്കേണ്ട കാര്യം പറഞ്ഞു. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. അഹ്ലു കിതാബുകാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും സമമായ ഒരു വാക്കിലേക്ക് നിങ്ങൾ വരിക. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല എന്നും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കില്ല എന്നും ഞങ്ങൾ മറ്റുള്ളവരെ റബ്ബുകളാക്കുകയില്ല, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ റബ്ബുകളാക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരുമിക്കാം. ഇനി ആ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ അഹങ്കാരം നടിച്ച് പിന്തിരിയാനാണ് ഭാവമെങ്കിൽ ഫഖൂലു അശ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നീട് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ തർക്കിച്ച കാര്യമാണ് പിന്നീട് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളുടെ ആൾക്കാരാണെന്ന് ജൂതന്മാരും അതല്ല ഞങ്ങളുടെ ആൾക്കാരാണെന്ന് ക്രിസ്ത്യാനികളും വാദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിനു വേണ്ടിയാണ് അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രയോ കാലശേഷമാണ് ബൈബിളും അതുപോലെ തന്നെയുള്ള തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ തർക്കിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നീട് അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാകാന ഇബ്രാഹിം ആയിരുന്നില്ല യഹൂദിയം വലാ നസ്രാനിയ, നിങ്ങൾ വാദിക്കുന്നത് പോലെ ഇബ്രാഹിം ആരായിരുന്നില്ല, ഒന്ന് യഹൂദി ആയിരുന്നില്ല, അതുപോലെ തന്നെ നസ്രാനി ക്രിസ്ത്യാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഋജുമാനസനായ യഥാർത്ഥ ഒരു മുസ്ലിം ആയിരുന്നു, അള്ളാഹുവിൽ കീഴൊതുങ്ങുന്നവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പിന്നീട് ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ഇബ്രാഹിം നബിയോട് കൂടുതൽ അടുപ്പ ബന്ധമുള്ളവർ അദ്ദേഹത്തെ പിൻപറ്റിയവരും ഈ പ്രവാചകനും വിശ്വസിച്ചിട്ടുള്ളവരും തന്നെയാണ്. അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരി അഥവാ സഹായിയുമാകുന്നു എന്ന കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതല്ലേ. അതിനുശേഷം വേറെ ആയത്ത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇല്ല, പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 69-ാമത്തെ ആയത്താണ്.
വദ്ദത് ത്വാഇഫതും മിൻ അഹ്ലിൽ കിതാബി ലൗ യുളില്ലൂനകും വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. നോദിയോക്ക്. വദ്ദത് ത്വാഇഫതും മിൻ അഹ്ലിൽ കിതാബി ലൗ യുളില്ലൂനകും വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. സത്യവിശ്വാസികളെ, വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അവർ മോഹിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ അവർ വഴിപിഴപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. എന്നാൽ വാസ്തവത്തിൽ അവർ തങ്ങളെ തന്നെയല്ലാതെ വഴിപിഴപ്പിക്കുന്നുമില്ല, അതവർ ഗ്രഹിക്കുന്നുമില്ല. അവർ ആഗ്രഹിക്കുകയാണ്, ഈ ടീമിനെ ഞങ്ങൾ കൃത്യമായി തന്നെ വേറൊരു വഴിയിലൂടെ അവരെ റൂട്ട് തിരിച്ചുകൊണ്ട് അവരെ വഴി വേറെ രീതിയിലേക്ക് മാറ്റുമെന്നവർ വിചാരിക്കുന്നു. എന്നാൽ അവരെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവരെ തന്നെയാണ് വഴിപിഴപ്പിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായി അവർ അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ സത്യവിശ്വാസികളാണ് എന്ന് കൃത്യമായി ബോധത്തോടു കൂടി തന്നെയാണ് അവർ പല കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തന്നെയാണ് അവരെന്താണ് കളിയാക്കുന്നത് എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. അവരെ എല്ലാവിധ കുതന്ത്രങ്ങളും നടത്തി അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ശൈത്വാന്മാരിലേക്ക്, അവരുടെ നേതാക്കന്മാരിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവരെ കളിയാക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വാസികളൊന്നും ആയിരുന്നില്ല, വിശ്വാസികളുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് അവർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. പിന്നീട് അവരുടെ നേതാക്കന്മാരിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണെന്നവരോട് പറഞ്ഞത് അവരെ പറ്റിക്കാൻ വേണ്ടിയാണ്, അവരെ കളിയാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവർ അവരെ തന്നെയാണ് കളിയാക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ വിചാരിക്കുന്നു ഈ സത്യവിശ്വാസികളെ അവരെ മെല്ലെ റൂട്ട് മാറ്റി തിരിച്ചുകൊണ്ട് അവരെ മാർഗഭ്രംശം സംഭവിപ്പിച്ച് കൊണ്ടുപോകാമെന്നവർ വിചാരിക്കുന്നു. പക്ഷേ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ടീമിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. ഓദിയോക്കെ. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. വേദക്കാരെ, അള്ളാഹുവിൻ്റെ ആയത്ത് ലക്ഷ്യങ്ങളിൽ അവർക്ക് സത്യസാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്തിനാണ്? കൃത്യമായി അവരുടെ മക്കളെപ്പോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെപ്പോലെ കൃത്യമായി അത് പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടാണ് അവർ അവിശ്വസിക്കുന്നത്. ആരെങ്കിലും മക്കളെ മാറിപ്പോകാറില്ലല്ലോ അല്ലേ? മക്കളെ ഇത് നിങ്ങളെ മോൻ തന്നെയാണോ എന്നാരെങ്കിലും കാണിച്ചു കൊടുത്താൽ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, അതെൻ്റെ മോൻ തന്നെയാണോ എന്നാരും പറയാറില്ല. അള്ളാഹുവിൻ്റെ ആ പ്രയോഗം കണ്ടോ? യഅരിഫൂനഹു, അദ്ദേഹത്തെ അവരറിഞ്ഞിരുന്നു. ഒരു ഉപമയിലൂടെ അള്ളാഹുവിനെ അങ്ങനെ പറയാൻ കഴിയൂ. യഅരിഫൂനഹു, അദ്ദേഹത്തെ അവരറിഞ്ഞിരുന്നു. കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെപ്പോലെ ഇത് പ്രവാചകനാണെന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വേദക്കാരെ, അള്ളാഹുവിൻ്റെ ആയത്ത് ലക്ഷ്യങ്ങളിൽ അവർക്ക് സത്യസാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം, അടിക്കടിയുള്ള ചോദ്യം ഖിയാമത്ത് നാൾ വരെയുള്ള അഹ്ലി കിതാബിനോട്, ഖിയാമത്ത് നാൾ വരെയുള്ള ജൂതനോടും ക്രിസ്ത്യാനിയോടുമുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്നിട്ട് അവർ കാണിക്കുന്ന ഒരു കാര്യം എന്താണ്? അവർ തൽബീസ് ചെയ്യാറുണ്ട്. അടുത്ത ആയത്തിൽ പറയുകയാണ്, യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. 71ാമത്തെ ആയത്ത് ഒന്ന് ഓതിയോക്ക്. യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വേദക്കാരെ, നിങ്ങൾ യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് തന്നെ ഹക്കിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തെ ഒളിച്ചു വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ.
നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണല്ലോ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് സത്യമേതാണ് അസത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ആൾക്കാരെ മുഴുവൻ കൺഫ്യൂഷനാക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതേ സ്വഭാവം നമ്മുടെ പണ്ഡിതന്മാർ ചെയ്താലും നമ്മൾ ആര് ചെയ്താലും അതുപോലെ. ഒരാൾ സത്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ച് ദീനീപരമായ ഒരു കാര്യത്തിൽ ഒരു വിധി ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്, അത് ഹറാമാണോ അതല്ലെങ്കിൽ ഹലാലാണോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഹലാലുമല്ല ഹറാമുമല്ല, ഇങ്ങനെ അവനൊരു കൺഫ്യൂഷനാക്കിക്കൊണ്ട് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അത് ശരിക്കും ഈ ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും സ്വഭാവമാണ്. സത്യത്തെയും അസത്യത്തെയും കുറിച്ച് അത് ഇടകലർത്തിക്കൊണ്ട് സംസാരിക്കുക, തൽബീസ് ചെയ്യുക എന്ന് പറയും. തൽബീസു ഇബിലീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. തൽബീസു ഇബിലീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥം അതേ ഇബിലീസിൻ്റെ അതേ പണി തന്നെയാണ്. കാരണം സത്യവും അസത്യവും അത് പെട്ടെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യമാണെന്ന് തോന്നും. എന്നാൽ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് കൃത്യമായി അത് അസത്യമായി ബോധ്യപ്പെടുക. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, എപ്പോഴും നമ്മൾ സാധാരണക്കാരനാണെന്ന് പറയാറുണ്ട്. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ്, എന്താണ് ചെയ്യുക എന്ന് പറയും. എന്നാൽ ഒരു ജോലിൻ്റെ കാര്യം ചോദിച്ചാലോ സാധാരണക്കാരനാവില്ല. ഏതെങ്കിലും ഒരു ജോലിൻ്റെ കാര്യമോ അതല്ലെങ്കിൽ അവൻ്റെ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ഉയർന്ന ഈ ദുന്യവിപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിനോ സാധാരണക്കാരനാകാൻ ആഗ്രഹിക്കുകയില്ല. ഒരു ചെറിയൊരു കോഴ്സ് പാസ്സായി കഴിഞ്ഞാലാണ് അവിടെ ഉയർന്ന ജോലി എനിക്ക് ലഭിക്കും, ആ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഒഴിഞ്ഞിരുന്നത് പഠിക്കാൻ നിൽക്കും. എന്നാൽ ഈ ദീനിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് ഞങ്ങൾക്കൊന്നും അറിയില്ല, നമ്മൾ സാധാരണക്കാരാണല്ലോ എന്ന് സംസാരിക്കുന്ന പല ആൾക്കാരും കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബുദ്ധി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വളരെ കൃത്യമായി ഗ്രഹിക്കുവാൻ പാകത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എപ്പോഴും ഖിയാമത്ത് നാൾ വരെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആ സംശയം തീർത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ അത് ഞാൻ പഠിക്കട്ടെ മരിക്കുന്നവരെ പഠിക്കട്ടെ എന്നുള്ളത്. ചില ആൾക്കാർ സംസാരിക്കും, എന്താണ്, അവർ ഖുർആൻ പരിഭാഷ അതല്ലെങ്കിൽ ഖുർആൻ്റെ അർത്ഥം അറിയാതെ ഓതിക്കഴിഞ്ഞാലും കൃത്യമായി അതിന് പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹർഫായിട്ടല്ല പ്രവാചകൻ പറഞ്ഞത്. അലിഫ് ഒരു ഹർഫായി, അതുപോലെ തന്നെ ലാമ് മീമ് മൂന്നിനെയും വേർതിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നത്. അതിന് ഓരോന്നിന് പ്രതിഫലമുണ്ട്. മറ്റ് ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതിൽ ഏറ്റവും വലിയ വ്യത്യാസം പറയുന്നത് ഇതാണ്. ഹദീസിൻ്റെ ഓരോ ലഫ്ള് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക പ്രതിഫലമില്ല. നേരെ മറിച്ച് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ പദത്തിനും പാരായണം ചെയ്യുന്നവർ, ബുദ്ധിമുട്ടി പാരായണം ചെയ്യുന്നവർ, ആ ബുദ്ധിമുട്ടിനും പ്രത്യേകമായ പ്രതിഫലമുണ്ട്. ബുദ്ധിമുട്ടിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന് വിചാരിച്ച് മരിക്കുന്നവരെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമല്ല. നേരെ മറിച്ച് ആ ബുദ്ധിമുട്ടി അവസാനം അത് പഠിച്ചെടുത്ത് നല്ല നിലയിൽ ഓതുവാൻ നമ്മൾ ശീലിക്കണം. അതിന് നമ്മൾ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ട് അതുപോലെ തന്നെ വാഗ്മൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ പല സീഡികളുമുണ്ട് ഇന്ന്. അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആയത്ത് തന്നെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വളരെ സ്ലോ ആയിട്ട് ഓതി അത് സ്ക്രീനിൽ വളരെ കൃത്യമായി തെളിഞ്ഞ് അതിൻ്റെ ഓരോ ഹർഫുകളിലേക്കും കൃത്യമായി ചില ലൈനുകളൊക്കെ വരഞ്ഞ് പഠിപ്പിക്കുന്ന പല സീഡികളും അതുപോലെ തന്നെ ഇന്ന് സുലഭമാണ് എല്ലാവർക്കും. അത് ഇന്ന് അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം എനിക്ക് അറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല, അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ അറിയില്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നേരെ മറിച്ച് അത് കൃത്യമായി തന്നെ വളരെ ലളിതമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ സുലഭമാണ്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഇത് അർത്ഥമറിയാതെ ഓതിക്കഴിഞ്ഞാലും ഓരോ ഹർഫിനും കൃത്യമായ പ്രതിഫലമുണ്ട്. എങ്കിലും അത് അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടി കൃത്യമായി ഓരോ ആയത്തിൻ്റെ പാരായണം കേൾക്കുമ്പോൾ റബ്ബേ അത് സ്വർഗത്തെക്കുറിച്ചാണല്ലോ ആ പറയുന്നത്, സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി കണ്ണിൽ നിന്ന് ധാരധാരയായി നമ്മുടെ കണ്ണുനീര് വരും. ചില ആൾക്കാരെ ചില കാര്യങ്ങൾ ഓതുമ്പോൾ ചില ഭാഗം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഓതാൻ കഴിയില്ല, അവർക്ക് പ്രയാസം കൊണ്ട്, അല്ലേ? ചില ആൾക്കാർ പറയും അത് ആക്ടിങ് ആണ്, അത് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചില ആൾക്ക് ഓനിക്കറിയായിട്ടായിരിക്കും അത്. നേരെ മറിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ പോകുമ്പോൾ തീർച്ചയായും എന്തെന്നില്ലാതെ കരച്ചിൽ വരും. ഒരുപക്ഷെ നമ്മൾക്ക് സ്ട്രെസ് ചെയ്യാതെ ചില ആയത്തുകളായിരിക്കാം ചില ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ
കൃത്യമായി അത് മനസ്സിലാകും സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ നോമ്പൊക്കെ എടുക്കാനായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സൂറത്ത് ആലി ഇംറാന്റെ ഒരു ഭാഗമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മൾ വായിച്ച് പാരായണം ചെയ്ത് എത്രയെത്ര കാര്യങ്ങളാണ് അഹ്ലി കിതാബുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കൂടുതലായിട്ടും അഹ്ലി കിതാബ്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അത്ഭുതം, ഇതൊക്കെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ അതിൻ്റെ പരീക്ഷയ്ക്ക് എഴുതുന്നതിനുപരി ഈ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ കൃത്യമായി പഠിക്കണം. ഇവിടെ അഹ്ലി കിതാബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സ്വഭാവം സൂറത്ത് അൽ ബഖറയുടെ ഭാഗത്തും ഇത് പറയുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സത്യമേതാണ് അസത്യമേതാണ് എന്ന് മനസ്സിലാക്കാത്ത ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കുന്ന കാര്യം. ഇന്ന് പല പണ്ഡിതന്മാരും ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഉത്തരം പറയേണ്ടതായിരിക്കും. അതിങ്ങനെ വളഞ്ഞ് കെട്ടി മൂക്ക് പിടിച്ച് ഇങ്ങനെ പലതും പറഞ്ഞ് ആ ചോദിച്ചോൻ തന്നെ വെറുതെ റബ്ബേ ഞാൻ വെറുതെ ചോദിച്ചു പോയി എന്ന രൂപത്തിലാകുന്ന ഒരു മറുപടിയൊക്കെ ചില പുരോഹിതന്മാർ നൽകുന്നതായി കാണാം. ഇതൊക്കെ സത്യം കൃത്യമായി അത് നമ്മുടെ വയറ്റത്തടിക്കപ്പെടുമോ എന്ന് തോന്നിയിട്ട് അതിനെ മാറ്റിമറിച്ച് കൊണ്ടുപോകലാണ്. ഇത് ജൂതൻ്റെ സ്വഭാവമാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കുക. സത്യം ഇന്നതാണ്, അസത്യം ഇന്നതാണ്. ഇതാണ് ഖുർആന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും ശൈലി. സത്യം പറയാനോ അസത്യം ഇന്നതാണ് എന്ന് വെളിവാക്കി കൊടുക്കുവാനോ അത് ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഒരിക്കലും ഖുർആനോ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശൈലിയോ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അത് നമ്മൾ കൃത്യമായി ശീലിക്കണം. കൃത്യമായി ഹക്ക് ഏതാണ് എന്ന് ആൾക്കാരോട് പറയേണ്ടതുണ്ട്. ഒരു ബാത്തിലായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കൈകൊണ്ട് തടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് കഴിയാത്തവൻ നാവ് കൊണ്ട് പറഞ്ഞതിനെ തിരുത്താൻ ശ്രമിക്കുക. അതും കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് ഒരു പക്ഷേ പറയുമ്പോൾ അതിൻ്റെ ആ ശൈലി കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം. ഒരു പക്ഷേ സെൻറ്ററിലേക്കല്ല ആദ്യമായി കയറി വരുന്ന ആൾ, അവരോട് പറയുമ്പോൾ കൃത്യമായി തന്നെ നമ്മൾ സൂക്ഷിക്കണം ചില കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു പക്ഷെ വളരെ ദൂരത്തുനിന്ന് വരുന്നതായിരിക്കും, ഒരു പ്രത്യേക സ്റ്റൈലിൽ ജീവിച്ച ആളായിരിക്കാം. അദ്ദേഹം ഒരു പക്ഷേ പാൻറ് കുറച്ച് നെരിയാണിക്ക് താഴെത്തായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ രഹസ്യമായെന്ന് വിളിച്ച് കാര്യങ്ങൾ പറയണം. അതല്ലാതെ നാലാൾക്കാരെ മുന്നിൽ വിട്ട് എന്താണോ ഇത് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ സംസാരിച്ച് മോശമാക്കുന്ന രൂപം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് അതൊക്കെ വളരെ ഒരു സതുപദേശത്തോടു കൂടി തന്നെ ആ മനുഷ്യൻ റബ്ബേ അദ്ദേഹം നന്നാകണമല്ലോ എൻ്റെ ഉപദേശം കേട്ട്, അതല്ലെങ്കിൽ നന്ദിയായി പോണല്ലോ എൻ്റെ ആ നാവ് കൊണ്ട് എന്നതെല്ലാം നമ്മൾ വിചാരിക്കണം. നേരെ മറിച്ച് അവനെ നല്ല നിലയിൽ ഉപദേശിച്ചുകൊണ്ട് എല്ലാവരും മാറും. ഉപദേശം നല്ല നിലയിൽ, നേരെ മറിച്ച് അത് നേരെ വിപരീതമായി എടുക്കുകയും ചെയ്യും ഇവൻ്റെ ഉപദേശം കൊണ്ടല്ലേ. ഇവൻ്റെ ഉപദേശം എന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച എനിക്കൊന്ന് കാണിച്ചു തരാടാ എന്ന രൂപത്തിലായിരിക്കും അവൻ്റെ സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ഉപദേശിക്കുമ്പോൾ കൃത്യമായി തന്നെ നല്ല നിലയിൽ റബ്ബേ നാളെ പാരത്രിക ലോകത്ത് കൂലി ലഭിക്കുവാനാണ്. ആ മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ അവൻ നെരിയാണിക്ക് മുകളിൽ അവൻ്റെ ഡ്രസ്സ് അവനെ നെരിയാണിക്ക് താഴെയാകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ആ സഹോദരൻ എൻ്റെ ആ ഉപദേശം കേട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി എനിക്കും കിട്ടുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കണം നമ്മൾ ഉപദേശിക്കുമ്പോൾ. ഇവിടെ അഹ്ലി കിതാബിൻ്റെ കാര്യം ആ പറഞ്ഞതാണ്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സത്യമേതാണ് അസത്യമേതാണ് എന്ന് മനസ്സിലാകാതെ രൂപം. മുസ്ലിങ്ങൾ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. സത്യം ഇന്നതാണ് കൃത്യത, അസത്യം ഇന്നതാണ്. അതാണല്ലോ ദീനിൻ്റെ കാര്യം പോലും കൃത്യമായി അല്ലാഹു പറഞ്ഞത്, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ഒരിക്കലും ബലാത്കാരമായി പിടിച്ചുകൊണ്ട് കലിമ ചൊല്ലിക്കേണ്ട ആവശ്യം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ കൂട്ടിയിട്ടതാ ഇത്ര ആൾക്കാരെ ഞാൻ ഇസ്ലാമിലേക്ക് കൂട്ടിയിരിക്കുന്നു എനിക്ക് ഇത്ര അവാർഡ് കിട്ടണം എന്നൊന്നും പറയാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണ്. അതുകൊണ്ട് തന്നെ കത്ത ബയ്യന റുശുദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും കൃത്യമായി തന്നെ വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്യം നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. ഇന്നമ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ, പ്രവാചകനോട് തന്നെ കൃത്യമായി പറഞ്ഞതാണ്. താങ്കൾ അവർക്ക് ഉപദേശം നൽകുക, താങ്കൾ ഒരിക്കലും നിർബന്ധം ചെലുത്തിക്കൊണ്ട് ഒരാളെ കൂട്ടേണ്ടവരല്ല. താങ്കളുടെ മേൽ ബാധ്യത ബലാഗാണ്, എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലയോ? ലക്ഷോപലക്ഷം സാക്ഷി നിർത്തിയിട്ടുള്ള ആ സ്വഹാബത്തുൽ കിറാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ബലാ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ താങ്കൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി എത്തിച്ചിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സന്തോഷത്തോടുകൂടി ആകാശത്തിലേക്ക് വിരലുകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്. അള്ളാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. ഈ സമൂഹത്തിന് മുഴുവനും ഞാൻ എൻ്റെ ബാധ്യത, ആ ബാധ്യതാ നിർവഹണം ഞാൻ നൽകിയിട്ടുണ്ട് അല്ലാ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ബാധ്യതാ നിർവഹണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത പിന്നാർക്ക? ഇത് പഠിച്ച എനിക്കും നിങ്ങൾക്കുമാണ് ഈ ബാധ്യത. അതിനൊരുപാട് പഠിക്കണം. എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ തന്നെ മാറിയിട്ടില്ല, പിന്നെയല്ല മറ്റോനെ മാറ്റേണ്ടത് എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകണം. പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ ഒരാളെ നമ്മൾക്ക് ഉപദേശിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊന്നും നടക്കില്ല. കാരണം പൂർണ്ണമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ശരി മാത്രം ചെയ്യുക എന്നുള്ളത് അത് മലക്കുകളുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് മനുഷ്യനാകുമ്പോൾ ഒരു പക്ഷേ അവനിൽ ചില തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. എന്നാൽ ഈ ഖുർആൻ ക്ലാസ്സും അതുപോലെ തന്നെ ഈ ഉപദേശങ്ങളും ഈ വാഴലും, അതിനാണ് ഈ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഈ ദീനീ സദസ്സുകളിൽ കൂടുതൽ നമ്മൾ ബന്ധപ്പെടണം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ ഈ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറേ തെറ്റുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. റബ്ബേ എന്നെ എന്ത് ചെയ്യും, ഞാൻ ക്ലാസ്സിലൊക്കെ പോകുന്ന ആളാണ്, എന്നെ എങ്ങനെയാണ് ആ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് വന്നവരാണ്. പൂർണ്ണമായി അങ്ങനെ മാറലല്ല, നേരെ മറിച്ച് മെല്ലെ മെല്ലെ മാറി വരുന്ന പല സഹോദരങ്ങളുമുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലേ എനിക്ക് ഉപദേശിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു ഉപദേശവും നടക്കുകയില്ല. നേരെ മറിച്ച് നമ്മൾ കണ്ടെത്തിയ സത്യം കൃത്യമായി തന്നെ ബസീറത്തുണ്ടാകണം. ഒരു കാര്യം പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിച്ചത്, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾ, അത് ബോധ്യമില്ലെങ്കിൽ പിന്നെ എന്താണ് അവന് ബോധ്യമുണ്ടാകുക? ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ കൃത്യമായി തന്നെ അത് മറ്റുള്ളവരിലേക്ക് സത്യം കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കണം. അതവൻ്റെ ബാധ്യതയാണ്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക എന്നുള്ള സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഭാഗത്തും ഈ അഹ്ലി കിതാബിൽപ്പെട്ട ഈ ജൂതന്മാരുടെ ബനൂ ഇസ്രായേലിൻ്റെ അവരുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഒരു കാര്യം അവർ നടത്തിയിട്ടുള്ളൊരു തന്ത്രം ഇപ്പോഴും അതെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ തന്ത്രം അതെടുത്ത് പറയാൻ പോയാണ്. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ودوكيا وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. അവരുടെ ഒരു തന്ത്രം പറയാണ്. വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്, ഈ വിശ്വസിച്ചവരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ അങ്ങ് അവിശ്വസിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവർ മടങ്ങിയേക്കാം. അവരുടെ ഒരു തന്ത്രം പറയാണ്. എന്താ? ചട്ടം കെട്ടിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവരിക, എന്നിട്ട് പറയാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അതുപോലെ തന്നെ അള്ളാഹുവിൽ നമ്മൾ കൃത്യമായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏത്? പകലിലെ ഒരു ഭാഗത്ത്. വൈകുന്നേരമായിട്ട് എനിക്ക് ഇപ്പോഴല്ലേ കള്ളി വിളിച്ച മനസ്സിലായത്, ഇവരുടെ ഇടയിൽ വന്നപ്പോഴാണല്ലോ ദീനിനെക്കുറിച്ച് കൃത്യം ഇത്രയും മോശപ്പെട്ട ഒരു മതം വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചട്ടം കെട്ടിപ്പോകാൻ അവരുടെ തന്ത്രം ഇന്നും അത് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തൊരു ഒരു CD-യിൽ കാണുകയുണ്ടായി. ഒരു ഈസ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു പഴയ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് അദ്ദേഹം ഇപ്പോൾ അടുത്ത് നടത്തിയ ഒരു മുഖാമുഖം, അതൊരു വേറെ ടീമിൻ്റെ കൂടെയാണ് അദ്ദേഹം നടത്തുന്നതെങ്കിലും അദ്ദേഹം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താ? അവിടെ ഒരു അച്ചായൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു സൈറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, ഇവിടെ പല ആൾക്കാരും അദ്ദേഹം പരിതപിക്കുന്നുണ്ട്, നിങ്ങളുടെ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ, ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നു പോകുന്നു, അതുകൊണ്ട് ഈ ഇതിൻ്റെ അസത്യതയല്ലേ അത് വെളിവാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈസ പറയാണ്, ഞാൻ 2001
ഡിസംബർ 24 ക്രിസ്തുമസിൻ്റെ തലേന്ന് മുസ്ലിമായ ആളാണ് ഞാൻ ഇന്നും മുസ്ലിമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ടുള്ള ഒരു ഉദാഹരണം ഇതാ വരുന്നു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് തെളിവുകൾ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ചട്ടം കെട്ടിയിട്ട് എന്നിട്ട് ഈ ആയത്ത് വേറൊരാൾ ഓതുന്നുണ്ട്. ഈ ആയത്ത് എന്താണ്? അത് അവരുടെ തന്ത്രമാണ്. എന്താണ്? ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്ന് അഭിനയിച്ചു കൊണ്ടുവരികയും പിന്നീട് പോവുകയും ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിലേക്കായ ആൾ ഒരിക്കലും തിരിച്ചു പോവുകയില്ല. കാരണം ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതിൻ്റെ ആദർശം തന്നെ തെളിമയോടുകൂടി തന്നെ നിൽക്കുന്ന ആ തൗഹീദ്, ഏകദൈവ വിശ്വാസവും അതുപോലെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ജനങ്ങളോട് കൃത്യമായി ഒരു പച്ചയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പലതും ഇങ്ങനെ ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ട് മതം തന്നെയില്ല. ഹിന്ദുക്കൾ എന്ന ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ട് മതം തന്നെയില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു മതരൂപാന്തരപ്പെട്ടുകൊണ്ട് ഒരു മതത്തിൻ്റെ പരിവേഷം നൽകി അതിലേക്ക് ആളെ കൂട്ടുന്ന ഒരവസ്ഥ. ആരാണ് അതിലേക്ക് പോവുക? ഏതെങ്കിലും മന്ദബുദ്ധി പോയി എന്നല്ലാതെ. നേരെ മറിച്ച് അതിൻ്റെ ആദർശം എന്താണ്? പൂർണ്ണമായി ബൗദ്ധൈവാരാധനകളും അതുപോലെ തന്നെ കല്ലിലും തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവത്തിൻ്റെ അംശമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തെ ആരാധിച്ചു കഴിഞ്ഞാലും ഏതിനെ ആരാധിച്ചു കഴിഞ്ഞാലും അതൊക്കെ ദൈവത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ വ്യക്തമായൊരു ധാരണ പോലും അവർക്കില്ല. നേരെ മറിച്ച് കൃത്യമായി മരണാനന്തരം എന്തിനാണ് നീ ഇവിടെ ജീവിക്കുന്നത്, നിന്റെ ധർമ്മം എന്താണ്, മരണാനന്തരം നീ എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആനാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് ദിവസം കഴിയും തോറും ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അല്ലേ? ഇസ്ലാമിനെക്കുറിച്ച് എത്ര ശത്രുക്കൾ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രവിധാനം, അതുപോലെ തന്നെ അവരെ അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ആ മുഖം മൂടിയും അതുപോലെ തന്നെ ഒക്കെ കാണിച്ച് വികൃതമാക്കാൻ ശ്രമിക്കുന്നവർ. എന്നാലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, പാശ്ചാത്യ സ്ത്രീകൾ, ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക്, എന്തുകൊണ്ട് ഈ അടിമത്ത വസ്ത്രം എന്ന് പറയുന്ന ഈ പർദ്ദ ഞാൻ സ്വീകരിച്ചു എന്നൊക്കെ അവർ കൃത്യമായി പറഞ്ഞു. ഇതിലാണ് എനിക്ക് സമാധാനമുള്ളത് അല്ലേ? ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജോലി ചെയ്യുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു എയർ ഹോസ്റ്റസ് ആയാലും എന്ത് തന്നെയായാലും ഞാൻ നാളെ മുതൽ പർദ്ദ ഇട്ടിട്ടാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യൻ്റെയോ അതുപോലെ തന്നെ മറ്റ് അവരവിടെയെങ്കിലും നിങ്ങൾ ഇഷ്ടമാണല്ലോ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം നിങ്ങളുടെ ഡ്രസ്സ് ഏതായിരിക്കണമെന്ന്. ഏതെങ്കിലും ആരും പറയോ? ഇല്ല. നേരെ മറിച്ച് ആ സ്ത്രീ എന്ത് ധരിക്കണമെന്ന് അവിടുത്തെ യജമാനനാണ്, പുരുഷനാണ് കൃത്യമായി അവിടെ പറയുന്നത്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പറയുന്നത് പുരുഷനല്ല, നേരെ മറിച്ച് അവനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു സ്ത്രീയുടെ വസ്ത്രവിധാനം, ഒരു പുരുഷൻ്റെ വസ്ത്രവിധാനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നത്. അങ്ങനെയുള്ള ഇസ്ലാമിൽ കൃത്യമായി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പിന്തിരിഞ്ഞു പോവുകയില്ല. ഇവിടെ ജൂതന്മാരുടെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവരുടെ ഐഡിയ ആണ്, ഇന്നും അത് നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആയത്തും അതിനോടനുബന്ധിച്ച ആയത്തും അവർക്ക് വേണ്ടി പ്രത്യേകമായി ഓതേണ്ട ആയത്താണ്. ഇവിടെ വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്, ഈ വിശ്വസിച്ചവരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ അങ്ങ് അവിശ്വസിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവർ മടങ്ങിയേക്കാം. എല്ലാവർക്കും ഒന്ന് കൺഫ്യൂഷൻ ആവുമല്ലോ അല്ലേ? ഈ എന്ത് മതാണിത് എന്ന് ചോദ്യം. അത് ശരിയാണല്ലോ, ഇന്ന് രാവിലെ വന്ന ആളാണല്ലോ തിരിച്ചു പോയത് എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുകയാണ്, വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅതാ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅതീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ഓതുക. വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅതാ അഹദും مثل ما أوتيتم أو يحاجوكم عند ربكم
ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ഇനി ഈ വിശ്വാസവും അവിശ്വാസവും ഒക്കെ നിങ്ങളുടെ മതത്തെ പിന്തുടർന്നവരെയല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. നബിയെ പറയുക, നിശ്ചയമായും അള്ളാഹുവിൻ്റെ മാർഗദർശനമത്രേ യഥാർത്ഥ മാർഗദർശനം. നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വേറെ വല്ല ഒരാൾക്കും നൽകപ്പെടുന്നതിനാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിങ്കൽ വെച്ച് അവർ നിങ്ങളോട് ന്യായവാദം ചെയ്യുമെന്നതിനാൽ പറയുക, നിശ്ചയം അനുഗ്രഹം അള്ളാഹുവിൻ്റെ കൈവശമത്രേ ഉള്ളത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഹിദായത്തിൻ്റെ വെള്ളിവെളിച്ചം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. ഹിദായത്ത് തടയുന്ന ഒരുപാട് ഘടകമുണ്ട്. ഹിദായത്തിൻ്റെ മാർഗം തടയുന്ന വലിയ ഒരു മാർഗമാണ് ഒന്ന് പണവും പ്രതാപവും എന്നുള്ളത്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയുണ്ട്. വലീദ് ഇബ്നു മുഗീറ, അദ്ദേഹം അവിടെ കൃത്യമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനാമൃതം കേട്ടപ്പോൾ, ഈ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇത് ഒരു മനുഷ്യൻ്റെ വാചകമല്ല. ഞാനൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. എല്ലാറ്റിൻ്റെയും അതിൻ്റെ വൃത്തങ്ങളും അലങ്കാരങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പറയുന്നത് കവിതയല്ല, ഇതൊരു മാരണമല്ല, ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, കൃത്യമായി ലോകൈകനാഥനായ അള്ളാഹുവിൽ നിന്നുള്ള അവതരിപ്പിക്കപ്പെട്ട വാചകമല്ലാതെ ഒരിക്കലും ഇതാകാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ ഘടനയും അതിൻ്റെ ശൈലിയുമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷേ അവിടെയുള്ള മറ്റ് പല അബൂജഹലിനെ പോലുള്ള മറ്റുള്ള പല ആൾക്കാരും വലീദ് താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? മുഹമ്മദിൻ്റെ വാക്കുകളിൽ കേട്ട് മുഹമ്മദിൻ്റെ മാരണത്തിൽ പെട്ടുകൊണ്ട് ആ മായാ വലയത്തിൽപ്പെട്ട് നീയും ഇതിലേക്ക് മാറിപ്പോയോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞുകൊണ്ട് പറയുന്ന കാര്യമാണ്. എന്താണ്? ഇത് ഒരു ബശറിൻ്റെ, ഒരു മനുഷ്യൻ്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ആക്ഷൻ പോലും കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇന്നഹു ഫക്കറ വ ഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم പിന്നീട് അവൻ അഹങ്കാരത്തോടു കൂടി തന്നെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ലാതെ മറ്റൊരു വാക്കുമല്ല, ഇതൊരു മാരണം സംഭവിച്ചവൻ്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഇത് ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ അവൻ്റെ പ്രതാപവും അവൻ്റെ സ്ഥാനവുമൊക്കെ അവിടെ ആ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. പണ്ഡിതന്മാർ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഹിദായത്ത് തടയപ്പെടുന്ന ഒരു വലിയ ഘടകമാണ് സ്ഥാനമാനങ്ങൾ എന്നൊക്കെ ഉള്ളത് അല്ലേ. ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇടവകയിലുള്ള കാര്യം ആരാണ് നോക്കുക? അതല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ച ആളാണ്, നാളെ മുതൽ അത് മാറ്റിപ്പറയണ്ടേ, ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് സത്യമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ആൾക്കാരും അതിലേക്ക് വരാതിരിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ രാവിലെ വിശ്വസിക്കുകയും എന്നിട്ട് ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി വിശ്വാസിയായിട്ട് ഇവിടെ വരികയും വൈകുന്നേരം തിരിച്ചു പോകുവാനുമാണല്ലേ നിങ്ങളുടെ ഭാവം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്താണ്? ഹിദായത്തൊക്കെ നൽകുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ പറയുക, നിശ്ചയമായും അനുഗ്രഹം അള്ളാഹുവിൻ്റെ കൈവശമത്രയുള്ളത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. കാരണം അള്ളാഹു വിശാലനാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർക്കാണ്, പ്രത്യേക വിഭാഗത്തിൽ ജൂതഗോത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ സത്യത്തിൻ്റെ വെള്ളിവെളിച്ചം കിട്ടുകയുള്ളൂ. അറബികളിലേക്കാണല്ലോ ഈ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്, അവരിലേക്ക് സത്യം എത്തുകയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നേരെ മറിച്ച് ഏത് ചെറ്റക്കുടിലാണെങ്കിലും എവിടെ തന്നെയാണെങ്കിലും അവിടെ കൃത്യമായി തന്നെ അള്ളാഹുവിൻ്റെ ഹിദായത്ത് എത്തണമെങ്കിൽ കൃത്യമായി അത് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഹിദായത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നല്ല കിട്ടുക, ഓനിക്ക് ഹിദായത്ത് കിട്ടുമായിരിക്കും അല്ലേ.
പക്ഷെ നമ്മൾ നമ്മുടെ പണിയെടുക്കണ്ടേ? നമ്മൾ കൃത്യമായി നമ്മളിങ്ങനെ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഒരു പക്ഷേ നമ്മുടെ സബബ് കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവർത്തന ഫലം കൊണ്ടായിരിക്കാം ആ ഹിദായത്തിൻ്റെ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെങ്കിൽ എത്ര കൂലിയാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോട് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അല്ലയോ അലി, താങ്കൾ മുഖാന്തരം ഒരാൾ ഈ സത്യമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ താങ്കൾക്ക് ഖൈറാണ് അല്ലേ? അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന ഒട്ടകം, അതിനേക്കാളും വിലമതിക്കാൻ പറ്റാത്ത ഒരു വലിയ ആ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലത്തിൻ്റെ അംശമെല്ലാം ഒന്നും കുറയാതെ താങ്കൾക്കും ലഭിക്കുമല്ലോ അല്ലേ? ഒരു മനുഷ്യനെ സത്യമാർഗത്തിലേക്ക് വിളിച്ചു, നമസ്കരിക്കാത്ത ഒരു മനുഷ്യനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു, ആ നമസ്കാരത്തിലേക്ക് വിളിച്ചു. അങ്ങനെ അദ്ദേഹം 5 നേരവും ആ വഖത്ത് തെറ്റാതെ ആ മുമ്പിലെ സഫിൽ തന്നെ ഇമാം ജമാഅത്തോടു കൂടി തന്നെ കൃത്യമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചു കൊണ്ടുപോയ ആൾക്ക് എത്ര കൂലിയാണ് അല്ലേ? അങ്ങനെ ബാപ്പയോട് ഉമ്മയോട് കയർക്കരുത്, നല്ല നിലയിൽ പെരുമാറണം, അതുപോലെ തന്നെ സതുപദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം എന്നൊക്കെ ഒരാളോട് പറഞ്ഞു കൊടുത്താൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി ഈ മനുഷ്യന് ലഭിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവാണ് വാസിയുൻ അലീം, അല്ലാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു. അല്ലാഹു നിങ്ങളുടെ കുടുസ് ബുദ്ധി പോലെയല്ല, നേരെ മറിച്ച് കൃത്യമായി വിശാലതയോടുകൂടി തന്നെ വഹ്ശിക്ക് ഹിദായത്ത് നൽകിയിട്ടുള്ള ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? വഹ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുള്ള ആ വ്യക്തിക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ലഭിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു അല്ലേ? വളരെ നിസാരനാണെന്ന് കരുതിയിരുന്ന ആ മനുഷ്യനും ഇസ്ലാമിലേക്ക് വന്നു. എന്നാലോ ഒരുപാട് ഉയർന്ന പൊസിഷനിലുള്ള അബൂലഹബിന് കിട്ടിയില്ല ഹിദായത്ത്. പ്രവാചകൻ്റെ മറ്റൊരു പിതൃവ്യനായിട്ടുള്ള അബൂലഹബിന് കിട്ടിയില്ലല്ലോ. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഏറ്റവും സന്തത സഹചാരിയായിട്ടുള്ള എപ്പോഴും നടന്നിരുന്ന ആൾ അബൂ ത്വാലിബ്, അദ്ദേഹത്തിനും റളിയല്ലാഹു അൻഹു പറയണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആ വ്യക്തിത്വം, പക്ഷേ അദ്ദേഹത്തിനും ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം ലഭിച്ചില്ല. പക്ഷേ നമ്മൾക്ക് ലഭിച്ചു. നമ്മളൊക്കെ ഒരു മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായിട്ട് ഈ ലോകത്തേക്ക് ജീവിച്ചു വന്നു അല്ലേ? എന്നാൽ അത് കെടാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. എപ്പോഴും ഞങ്ങൾ മുസ്ലിങ്ങളുടെ, എൻ്റെ ഉപ്പ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമാണ്, ഞാനും മുസ്ലിം തന്നെ എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ കൃത്യമായി അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിം. നേരെ മറിച്ച് കൃത്യമായി തന്നെ അമലു സ്വാലിഹാത്തും വിശ്വാസം കൃത്യമായി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ. അവന് മാത്രമേ സ്വർഗപ്രവേശനം ലഭിക്കുവാൻ പറ്റുകയുള്ളൂ. ആ അബൂ താലിബിന് ലഭിക്കാതെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചമാണ് നമ്മൾക്ക് ലഭിച്ചത് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. കാരണം പ്രവാചകൻ്റെ കൂടെ തന്നെ എല്ലാം നടന്നിരുന്ന പ്രവാചകൻ എത്രത്തോളം മരിക്കാൻ പോകുമ്പോഴല്ലേ കൃത്യമായി പറഞ്ഞത്, അല്ലയോ പിതൃവ്യ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഞാൻ നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മില്ലത്ത് അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ് കാഫിറായിക്കൊണ്ടാണ് പ്രവാചകന് എന്തെന്നില്ലാതെ പ്രയാസമായി തൻ്റെ കൂടെ നടന്നിരുന്ന, എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന, മറ്റുള്ളവരെ ഇസ്ലാമാക്കുന്ന സമയത്ത് എൻ്റെ ഈ കൂടെ നടന്നിരുന്ന ഇദ്ദേഹത്തെ എനിക്ക് മുസ്ലിമാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള പ്രയാസം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഒരിക്കലും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധ്യമല്ല തന്നെ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് ഹിദായത്തിൻ്റെ മാർഗത്തിൽ. അപ്പോൾ ഹിദായത്ത് എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ കൊടുക്കുന്നത്. ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാ യുഅ്തീഹി മൻ യശാ. പറയുക നിങ്ങൾ, നിശ്ചയം അനുഗ്രഹം അല്ലാഹുവിൻ്റെ കൈവശമത്രേ ഉള്ളത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് എത്ര കച്ചകെട്ടി വന്നു കഴിഞ്ഞാലും രാവിലെ മുസ്ലിമായി അഭിനയിച്ചു വന്ന് വൈകുന്നേരം കാഫിറായി പോകാമെന്നൊന്നും വിചാരിക്കണം. അതുകൊണ്ട് ഇസ്ലാമിനോ ദീനിനോ യാതൊരു കോട്ടവും സംഭവിക്കാനില്ല അല്ലേ?
ഏതെങ്കിലും ഒരുത്തർ അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന് എന്ത് വരാൻ? ഇസ്ലാമിൻ്റെ ആദർശം അത് വെള്ളി വെളിച്ചം പോലെ തന്നെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ എന്നെന്നും പൊൻപ്രഭ വിടർത്തിക്കൊണ്ട് തന്നെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ അഭിനയം കൊണ്ടൊന്നും മാറ്റാൻ സാധ്യമല്ല എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ 2 ആയത്ത് കൃത്യമായി നമ്മൾ പഠിക്കണം. കാരണം ഇനിയും അഭിനേതാക്കൾ ഇനിയും കൂടി വരും അല്ലേ? ഇസ്ലാമിനെ എന്തായാലും തകർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ അഭിനയം കൊണ്ടെങ്കിലും തകർക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ച് രാവിലെ മുസ്ലിമായിട്ട് വൈകുന്നേരം ഞാനിതാ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്താണ് ഇവിടെയുള്ളത്, 4 കെട്ടാമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയല്ലേ. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ എന്തൊരു വേഷവിധാനമാണ് അല്ലേ? സ്ത്രീകളെ വേറൊരു ഭാഗത്തിരുത്തുന്നു, പുരുഷന്മാരെ വേറൊരു ഭാഗത്തിരുത്തുന്നു അല്ലേ? ഒരു സോഷ്യലായിട്ട് ഒരു മിംഗ്ലിങ് അതൊന്നും നമ്മൾക്ക് ഉണ്ടാകാൻ കഴിയുന്നില്ല. ചില ആൾക്കാർ ഇങ്ങനെ സംസാരിക്കും അല്ലേ, നിങ്ങളെ വീട്ടുകാരത്തെയും അതുപോലെ തന്നെ നിങ്ങളെ വീട്ടുകാരൊക്കെ എന്ത് സോഷ്യലാണ്, എന്താണ് ആ വീട്ടിൻ്റെ മുന്നിലൂടെ വന്നു കഴിഞ്ഞാൽ അടുക്കാപ്പുറത്തൂട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന രൂപത്തിലാണല്ലേ, എത്ര നല്ല സോഷ്യലാണ് നിങ്ങൾ. അങ്ങനെ സോഷ്യലാണെന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇസ്ലാം ആരൊക്കെയാണ് ആരുടെ മുന്നിലാണ് സംസാരിക്കേണ്ടത്, ആരോടൊക്കെയാണ് കൃത്യമായി സംസാരിക്കേണ്ടത്, ആരുടെ മുന്നിലൊക്കെയാണ് ഹിജാബോട് കൂടി നടക്കേണ്ടതെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലേ. അതൊക്കെ ഒരു തീവ്രവാദത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു ഭീകരവാദത്തിൻ്റെ അടിമത്തത്തിൻ്റെ മാതൃകയല്ല. നേരെ മറിച്ച് കൃത്യമായി അള്ളാഹു പറയുന്നു, ഒരു പ്രായത്തിൽ ചിലപ്പോൾ യുവാക്കൾക്കൊന്നും ഇത് ദഹിച്ചെന്ന് വരില്ല അല്ലേ. ആ യുവാവാകുമ്പോൾ ആ ചോരത്തിളപ്പിൻ്റെ കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ വേറെ ഇരുത്തണം, അതുപോലെ തന്നെ പിന്നെ പുരുഷന്മാരെയൊക്കെ ഇന്ന് പഠനങ്ങൾ എന്താ പറയുന്നത്, 2 ആളെ ബുദ്ധിയും വേറെ വേറെയാണ്. സ്ത്രീകളെയും അതുപോലെ തന്നെ പുരുഷൻ്റെയും ബുദ്ധി കൃത്യമായി വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 പേർക്കും പ്രത്യേക സെപ്പറേറ്റ് ക്ലാസ്സുകൾ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആധുനിക പഠനം അല്ലേ. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പടച്ചിട്ടുള്ളത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവരാണ്, എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി അള്ളാഹുവിനറിയാം. എന്തൊക്കെ വേഷവിധാനം ഉണ്ടാകണമെന്നൊക്കെ അള്ളാഹുവാണ് നിശ്ചയിക്കേണ്ടത്, നമ്മളല്ല അല്ലേ. നമ്മൾക്ക് ഇന്ന് ഒരു പക്ഷെ ശരിയാണെന്ന് തോന്നിയത് ഈ യുവാക്കൾക്ക് അങ്ങനെ പലതും തോന്നാം. കുറച്ചങ്ങ് പ്രായമായി അവനൊരു മകളുണ്ടായി, ആ മകളിങ്ങനെ വലുതായി പോകുമ്പോൾ അവന് മറ്റുള്ളവരുടെ കൂടെ പോകുമ്പോൾ റബ്ബേ എന്ന് മൂക്കത്ത് ഇങ്ങനെ വെച്ചിട്ട് അത്ഭുതം കൂറി നോക്കും. കാരണം അവന് കോളേജിൽ പഠിക്കുമെന്നാണ് അവന് വിചാരിച്ചത്. ഒന്ന് ബൈക്കിലൊക്കെ മറ്റുള്ളവരൊന്ന് ഇരുത്തി അതുപോലെ തന്നെ അവരോട് മുട്ടിയൊരുമ്മി സംസാരിക്കുന്നത് എന്തുകൊണ്ട് പ്രശ്നമാണ് എന്ന് ചോദിച്ച അവനെ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് നിരയൊക്കെ വന്നു, മകളിങ്ങനെ വലുതായി കോളേജിലൊക്കെ പോകുമ്പോൾ ആ മകളെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു നല്ല നിലയിലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുളിയുന്നു, അദ്ദേഹത്തിന് പ്രയാസമാകുന്നു. അപ്പോൾ ആ പ്രായമാകുമ്പോൾ ചിന്തിക്കുന്നു. എന്നാൽ ഈ പ്രായമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് സ്ത്രീ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്, പുരുഷൻ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് എന്ന് അല്ലാഹുവാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീയുടെ വസ്ത്രം ഇങ്ങനെയായിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ വിചാരിച്ചാലും അല്ലാഹുവിൻ്റെ ഈ നൂറ് നിങ്ങളിങ്ങനെ അഭിനയിച്ചുകൊണ്ട് രാവിലെ മുസ്ലിമായി വൈകുന്നേരം കാഫിറാകാമെന്ന് വിചാരിച്ചാലൊന്നും ഈ നൂറിനെ, ഈ പ്രകാശത്തെ ഒരിക്കലും ഊതിക്കെടുത്താൻ സാധ്യമല്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. 74. അവൻ ഉദ്ദേശിക്കുന്നവരെ തൻ്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകപ്പെടുത്തുന്നു. അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനത്രേ. അവൻ്റെ റഹ്മത്ത് പൊതിഞ്ഞാൽ മാത്രമേ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് പൊതിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യമാകുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ, പ്രവാചകൻ കൃത്യമായി പറഞ്ഞതാണ്, നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോകുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ കടാക്ഷം കൂടി ഉണ്ടായാൽ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. പ്രവാചകരെ താങ്കളുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും അതെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവേ, നിൻ്റെ ആ കാരുണ്യത്തിൻ്റെ കടാക്ഷം, ആ റഹ്മത്ത് നീ ഞങ്ങളിൽ എപ്പോഴും സദാ വർഷിപ്പിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതെപ്പോഴാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാറിപ്പോകുക എന്നറിയില്ല അല്ലേ. അതുകൊണ്ട് കൃത്യമായി ആ റഹ്മത്തിന് വേണ്ടി തന്നെ, ആ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നതും അതുപോലെ തന്നെ സ്വർഗപ്രവേശനം തടയുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലായ്മ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാ ജീവികളിലും അവൻ്റെ കാരുണ്യം കൃത്യമായി തന്നെ വ്യാപിച്ചിരിക്കുന്നു. ഒരു തള്ളക്കോഴി അതിൻ്റെ
അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നതും, ഒരു മാതാവ് അവരുടെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നതും, ഒരു വല്യപ്പ അവരുടെ പേരക്കുട്ടിയോട് സ്നേഹം കാണിക്കുന്നതും, ഇതൊക്കെ പ്രത്യേകം സ്നേഹമാണ് അല്ലേ? അതൊക്കെ ഇത്ര ഡിഗ്രിയാണ്, ഇത്ര ഡിഗ്രി സ്നേഹമാണ് അതുള്ളത് എന്നൊന്നും നമ്മൾക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അല്ലേ? ഒരാളോട്, ഒരു കൂട്ടുകാരനോട് ഉള്ള സ്നേഹമായിരിക്കില്ല മറ്റൊരു കൂട്ടുകാരനോട് അല്ലേ? ഒരാളോട് പ്രത്യേകം സ്നേഹമുണ്ടാകും. ദീനിൻ്റെ കാര്യത്തിലായിരിക്കണം നമ്മുടെ സ്നേഹവും ദേഷ്യവുമെല്ലാം അല്ലേ? അത് കൃത്യമായി നമ്മൾ അവരോട് പറയുകയും വേണം. ദീനിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കൃത്യമായി പറയാലോ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ വന്ന് പറഞ്ഞല്ലോ, പ്രവാചകരെ എനിക്ക് ഇന്നാളെ കൃത്യമായ സ്നേഹമാണ്, ദീനിൻ്റെ കാര്യത്തിലാണ്, കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും ഒക്കെ എനിക്ക് വല്ലാതെ സ്നേഹം, അദ്ദേഹത്തോട് ആ ഇബാദത്തിനോടുള്ള കണിശതയൊക്കെ. പ്രവാചകൻ പറഞ്ഞു, താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞോ താങ്കളുടെ സ്നേഹത്തെക്കുറിച്ച്? അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ നീ പറയണം അദ്ദേഹത്തോട് അല്ലേ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അതെപ്പോഴും നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ആ സ്നേഹമൊക്കെ പ്രത്യേകമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഉമ്മ ഒരു കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യവും ഒക്കെ ആ കാരുണ്യത്തിൻ്റെ എത്രയോ 100ഓളം അംശങ്ങളിൽ ഒരംശമാണ് ഈ ലോകത്ത് വിധാനിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് കാണുന്ന എല്ലാവിധ സ്നേഹങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കാരുണ്യത്തിൻ്റെ ബാക്കി 99% അള്ളാഹു എത്ര കാരുണ്യവാനായിരിക്കും. അതുകൊണ്ടാണല്ലോ റഹ്മാനും റഹീമുമാണ്. പല സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ആ നാമം റഹീം എന്ന് പറയുന്ന ആ കാരുണ്യവാനാണെന്നുള്ള നാമം എത്ര സ്ഥലത്താണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാകാൻ പാടില്ല. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വലനബിലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ചില കാര്യങ്ങൾ കൊണ്ട്. ധനനഷ്ടം, സന്താനങ്ങളുടെ നഷ്ടം, അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ട്, ഫലങ്ങൾ, കായ്കനികളിൽ ഇതിലൊക്കെയുള്ള നഷ്ടങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് ഫബശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ക്ഷമാലുക്കൾക്ക് അവർക്ക് സന്തോഷ വാർത്ത. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തെങ്കിലും ഒരു മുസീബത്ത് ആ മനുഷ്യന് പിടിപെട്ട് കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിലുള്ളതാണ്, അവനിങ്ങളിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണല്ലോ ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാടാ മരിച്ചത് എന്ന് ചില ആൾക്കാർ ചോദിക്കും അല്ലേ? മരിച്ചാൽ മാത്രം മരിച്ച വാർത്ത കേട്ട് കഴിഞ്ഞാൽ മാത്രമല്ല പറയേണ്ടത്. നേരെ മറിച്ച് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് നമ്മൾക്കൊരു മനസമാധാനം തരുന്ന അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എൻ്റെ കട കത്തിപ്പോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചില ആൾക്കാർ അല്ലേ, ചില ആൾക്കാരെന്താ പറയുക, നിങ്ങളെ കട കത്തിപ്പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മരിച്ചുപോയോ തൊട്ടൊരു അലമുറയിട്ട് കരയലായിരിക്കും അല്ലേ? നേരെ മറിച്ച് ഈ പ്രാർത്ഥനയുടെ ആ പൊരുൾ നമ്മൾ മനസ്സിലാക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവങ്കലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ് അല്ലേ? 10-60 വർഷം മാത്രമേ ഇവിടെ ജീവിക്കുകയുള്ളൂ. ആ 60 വർഷവും നമ്മൾ ജീവിച്ചു കഴിയുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറി എത്ര വേഗമാണല്ലേ, എത്ര വേഗമാണ്. മെയ് 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, ജൂണായി, അത് കഴിഞ്ഞു, അപ്പുറം കഴിഞ്ഞു, അതാ 2016 റബ്ബേ, വയസ്സിങ്ങനെ കൂടിയല്ലോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പറയും 10-15 വർഷമായല്ലോ ഞാനിവിടെ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട്, ഇന്നലെ വന്നതുപോലെ തോന്നുന്നു എന്ന് പറയല്ലേ. അത് നമ്മളിങ്ങനെ റൂമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾക്കത് മനസ്സിലാവില്ല. പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ പറയും, നിങ്ങളെ തടി കൂടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ നരയൊക്കെ ബാധിച്ചിട്ടുണ്ട്, കുറച്ച് പ്രായമായിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ റബ്ബേ പ്രായമൊക്കെ ആയല്ലേ എന്നിങ്ങനെ തോന്നുന്നു ആ മനുഷ്യന്. അത്രയും വളരെ വേഗത്തിലാണ് നമ്മുടെ 10-30 വയസ്സ് ജീവിക്കുന്ന ആൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ, യുവാക്കളൊക്കെ എന്തോ ആണെന്ന് വിചാരിക്കും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു 37, 38, 40 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടായി, 40 അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ 50 പിന്നെന്തായി, വല്യപ്പി അങ്ങോട്ടായില്ലേ. ആ യുവത്വവും അതുപോലെ തന്നെ നല്ല നിലയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞത് ആ കോളേജ് ജീവിതം, അതിനുശേഷമുള്ള കുറച്ച് കാലഘട്ടമേ ഉള്ളൂ. ബാക്കിയൊക്കെ പരിവട്ടങ്ങളും പ്രയാസങ്ങളുമായി ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ആ ജീവിതം അതിനേക്കാളും ഉത്തമമായ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത എന്നെന്നും ജീവിക്കുന്ന ഹയാത്തോടുകൂടി ജീവിക്കുന്ന ആ സ്വർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്.
അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്തിൻ്റെ മാർഗം നൽകുന്നത്. നിങ്ങൾ രാവിലെ മുസ്ലിം ആകുകയും വൈകുന്നേരം കാഫിറായി പോയിട്ട് ഇവരെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതൊരിക്കലും വിചാരിക്കേണ്ട. നേരെ മറിച്ച് അവൻ്റെ ഫളല്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാ റഹ്മത്തും എന്ന് നിങ്ങൾ കൃത്യമായി അറിയണം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്തിൻ്റെ മാർഗം ലഭിക്കുന്നത്, കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരോട് പറയാൻ വേണ്ടി പറയുന്നു. ഇനി അടുത്തത് അവർ നടത്തുന്ന ചില കൊടുക്കൽ വാങ്ങൽ, അതിനെക്കുറിച്ചൊക്കെയാണ്. അഹ്ലി കിതാബുകൾ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതടുത്ത ക്ലാസ്സിലെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.